കൊടുത്ത സമ്പത്ത് തിരിച്ചു കിട്ടാൻ, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിച്ചു കിട്ടാൻ, അതുപോലെ തന്നെ കളവ് പോയ മുതൽ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ട് പല ആളുകളും അതിനെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് ചോദിച്ചൊരു വിഷയമാണ്. കാരണം നമ്മുടെ ഒരു വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് നമുക്ക് വല്ലാത്ത വിഷമമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് ഇല്ലാത്ത സമയത്തൊക്കെയാണ് പോകുന്നത് എങ്കിൽ, ഇപ്പോൾ സ്വർണം നഷ്ടപ്പെട്ട പല ആളുകളും പല സഹോദരിമാരും സങ്കടം പറഞ്ഞവരുണ്ട്. ഈ സമയത്തൊക്കെ സ്വർണത്തിൻ്റെ വില കുത്തനെ നിൽക്കുന്ന സമയമാണല്ലേ, വല്ലാതെ ഇപ്പോൾ ലക്ഷം കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ മൂല്യമുള്ള സംഗതികൾ നഷ്ടപ്പെട്ടു പോയി എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിഷമം, ഒരു സങ്കടം, ബേജാറൊക്കെ ഉണ്ടാവും. എന്നാൽ ഇത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകാൻ, വലിയ മെച്ചമുണ്ടാകാൻ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലാകാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ വലിയ സഹായം ലഭിക്കാൻ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്ന്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾക്കുള്ളൊരു പരിഹാരം വിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. വളരെ ചെറിയൊരു സൂറത്ത്, നമുക്കൊക്കെ ഓതാൻ അറിയുന്ന പരിചയമുള്ള പഠിച്ച സൂറത്താണ്, നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ച സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യൽ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടാൻ, നമ്മുടെ സമ്പാദ്യത്തിന് കോട്ടമൊന്നും സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ മുതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതും വേണമല്ലോ. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുകയും വേണം, അതുപോലെ തന്നെ ഉള്ള മുതൽ നഷ്ടപ്പെടാതിരിക്കുകയും വേണം, മോഷ്ടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ സംഭവിച്ചു പോകാതിരിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു ചെറിയ ദിക്റും കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂലാക്കട്ടെ. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. വിശുദ്ധമായ ഖുർആൻ വലിയ അത്ഭുതമാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ വലിയ മഹത്വമുള്ള, മൂല്യമുള്ളൊരു ഗ്രന്ഥമാണല്ലോ. മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത മൂല്യമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് പല കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ്. കേവലം നമ്മളുടെ രോഗശമനത്തിന് മാത്രമുള്ളതല്ല, പല ഉപാധികളും നമുക്ക് ഈ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുണ്ട്. പല മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ സൂറത്തുകൾപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. വദ്ദുഹ വല്ലൈലി ഇദാ സജ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സദഖല്ലാഹുൽ അലീം. നമുക്കൊക്കെ ഓതാൻ അറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ ദുഹ. ഈ വദ്ദുഹ സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. ഏതൊക്കെയാണ് നേട്ടങ്ങൾ? ചുരുങ്ങിയ രൂപത്തിൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ മൻ ഖറഅ സൂറത്തുൽ ദുഹ 7 മറാത്തിൻ ഇൻദ തുലൂഇ ശംസി വ ഇൻദ ഗുറൂബിഹ, ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും, അത് ഉദ്ദേശം, ആരെങ്കിലും ഒരാൾ 7 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, 7 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ലം യൽഅ മിൻഹു ദാഇഖുൻ വലാ യഹ്റബു മിൻഹു ലഹു ഹാരിബുൻ വലാ യസ്റഖു ലഹു സാരിഖുൻ മിൻ ബൈതിഹി വലാ യഖഉ ഫി ബൈതിഹി ഫസാദുൻ വലാ യദ്ഖുലുഹു വബാഉൻ വതാഉൻ വകുല്ലു സാരിഖിൻ വതാരിഖിൻ യഖറബു ഇലാ ബൈതിഹി. നോക്കി, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ഹദീസ് വിശാലമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ പൊരുൾ ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തിയുടെ ഒരു വസ്തുവും നഷ്ടപ്പെട്ടു പോവുകയില്ല, അദ്ദേഹത്തിൻ്റെ മുതലൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം മുമ്പ് കാലങ്ങളിൽ അടിമകളുണ്ടായിരുന്ന സമയത്ത് അടിമകൾ ഓടിപ്പോകാതെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. എൻ്റെ ഈ അടുത്തൊരു ആൾ പറഞ്ഞു, ഒരു സഹോദരി, ഒരു വീട്ടിൽ സർവൻറ്റ് നിൽക്കണില്ല എന്ന്. എത്ര ആളെ നിർത്തിയാലും 1-2 ദിവസം നിൽക്കും, പിന്നെ അങ്ങനെ പോകും, അവർ നിൽക്കണില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പം അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഞാനൊരു പരിഹാരം ചെയ്തു കൊടുത്തു. അവർ പറഞ്ഞു അതിന് ശേഷം വന്ന സർവൻറ്റ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് എന്ന്. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അടിമയല്ല കേട്ടോ, അവർ സർവൻറ്റ് എന്നുള്ളത് അടിമ എന്നല്ല അർത്ഥം, മറിച്ച് എന്താ,
മുൻകാലങ്ങളിലുള്ള കാര്യം പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളോട് ഒരു മഹബത്ത് വന്ന് നമ്മളോട് കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു മനസ്സ് തോന്നാൻ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാരായ ആളുകൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ജീവിതത്തിൽ പതിവാക്കാം. കാരണം കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരെ വിട്ടു പോകൂല, അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കള്ളന്മാരും ആ വീട്ടിൽ നിന്ന് കക്കൂല, അവരുടെ കയ്യിൽ നിന്നും മുതൽ വെക്കൂല, അടിച്ചു മാറ്റി കൊണ്ടുപോകൂല, പിടിച്ചു പറിച്ചു കൊണ്ടുപോകൂല, ആക്രമിച്ചു കൊണ്ടുപോകൂല, ചതിച്ചു കൊണ്ടുപോകൂല, അതൊക്കെ അതിനകത്ത് പെട്ടു. അതുപോലെ തന്നെ വലായ കൗഫി ബൈത്തിഹി ഫസാദുൻ, അവരുടെ വീട്ടിലൊരു ഫസാദ് സംഭവിക്കില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി വീട്ടിലുണ്ടാകും അല്ലേ. പല വീടുകളും പുറമേ കാണാൻ വലിയ കൊട്ടാര സമാനമായ വീടൊക്കെ ഉണ്ടാവും, പാമ്പം വീടൊക്കെ ഉണ്ടാവും, പക്ഷേ ഉള്ളു നോക്കി ഇങ്ങനെ പുകയുണ്ടാവും, വല്ലാത്ത പുകച്ചിൽ. മാനസികമായിട്ട് ശാരീരികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഞെരുങ്ങുന്ന എത്രയോ വീടുകളുണ്ട്. പുറമേ നിന്ന് നോക്കുന്നത് പോലെ ആരുടെയും ജീവിതങ്ങൾ. വലാ യദ്ഖുലുഹു വബാഉൻ വതാഊൻ, ആ വീട്ടിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരില്ല, ക്യാൻസറോ പ്രശ്നങ്ങളോ അതുപോലെ പ്ലേഗോ അതും അങ്ങനത്തെ തുടങ്ങിയിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ രോഗങ്ങളെയാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ വലിയ വലിയ മാരക രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ, ട്യൂമർ പോലത്തെ വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരില്ല, വീട്ടുകാരിൽ വരില്ല. അള്ളാഹുവിൻ്റെ വലിയ കാവൽ ലഭിക്കും. എന്ത് ചെയ്താൽ മതി? രാവിലെയും വൈകുന്നേരവും 7 തവണ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്താൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ മഴവെള്ളപ്പാച്ചിൽ പോലെ ആ കുടുംബത്തിലേക്ക് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന്. മഴവെള്ളപ്പാച്ചിൽ വരുന്നത് പോലെ എത്ര ശക്തിയിൽ ആ അനുഗ്രഹങ്ങളുടെ വലിയ പേമാരി അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്താൽ അറഫയിലും മിനയിലുമൊക്കെ സംഗമിച്ചവർക്കുള്ള പ്രതിഫലം പോലത്തെ പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകും. നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രതിഫലം നേടിയെടുക്കാം. പരിശുദ്ധമായ മക്കാ മുക്കറമയിലും മദീന മുനവ്വറയിലും അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ അള്ളാഹു വലിയ ബറക്കത്തായി പഠിപ്പിച്ചെന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ നേട്ടങ്ങളൊക്കെ നമ്മളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വാങ്ങിയെടുക്കാമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ സൂറത്തുൽ ദുഹാ ഒരു തവണ പാരായണം ചെയ്താലുള്ള നേട്ടമാണ് ഈ പറഞ്ഞത്. അള്ളാഹ് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, അള്ളാഹ് പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ സഹായം വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, റബ്ബിൻ്റെ സഹായം വേണമെന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും സഹായം കിട്ടണം, അല്ലെങ്കിൽ അള്ളാഹു വലിയ കാവൽ നമുക്ക് നൽകണം, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ അറാദ ഔനൻ ഐ നസ്റൻ വ ഇആനതൻ വ മുഈനൻ വ മുഗീസ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔന്, അവൻ്റെ സഹായം, അതായത് നസ്ർ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അള്ളാഹു പരിഗണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹു മുഈനാകണം, മുഗീസാകണം, കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാകണം എന്നാരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തീർത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ, അവർ പറയട്ടെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് 3 തവണ, യുകരിറുഹാ സലാസൻ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് അവർ പറഞ്ഞുകൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, യാ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകളെ, അഈനൂനി, എന്നെ സഹായിക്കണേ എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അത് തെറ്റല്ലേ? റബ്ബിനോടല്ലേ എന്ത് ചെയ്യേണ്ടത്? സഹായം തേടേണ്ടത് ഇല്ലേ? അത് തെറ്റല്ലേ? അവിടെയാണ് ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ പഠിപ്പിച്ചു തരുന്നത് മഹാന്മാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത്. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബി. അവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗല് പറയാണ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അഊന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹിൻ്റെ സഹായമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവരെന്ത് ചെയ്യട്ടെ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് അവർ വിളിച്ചുകൊള്ളട്ടെ എന്ന്. ആ പറഞ്ഞതിൻ്റെ പൊരുൾ, അള്ളാഹുവാണ് ആ ഇബാദിന് കഴിവ് കൊടുക്കുന്നവൻ അല്ലേ. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പലരെയും അള്ളാഹു ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയണ്ടല്ലോ, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യകർത്താവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല, മറിച്ച് വറസൂലുഹു, അള്ളാഹിൻ്റെ റസൂലും നിങ്ങളുടെ കാര്യകർത്താവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റസൂലിൻ്റെ പക്കലിൽ നിന്നും കിട്ടാനുള്ള വകുപ്പുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. വല്ലദീന ആമനു, അത് വല്ലദീന ആമനുല്ലദീന യുഖീമുസ്സലാത്ത, നിസ്കാരം നിലനിർത്തുന്ന, യുത്തി സക്കാത്ത, സക്കാത്ത് കൃത്യമായി കൊടുത്തു വീടുന്ന, എന്ന് വെച്ചാൽ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന വലിയകളുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യരാകാം, ജിന്നുകളാകാം, മലക്കുകളാകാം, പല കോലത്തിലുള്ള അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിനാണ് അത് അറിയുന്നത്. അപ്പോൾ യാ ഇബാദല്ലാഹി അഈനൂനി എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്ത ആരെങ്കിലും ഒരാളുടെയെങ്കിലും സഹായം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്ന് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. അതായത് ഇല്ലേ, അള്ളാഹുവിന് നേരിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, അള്ളാഹു ഇപ്പം മഴ പെയ്യിപ്പിക്കുന്നത് റബ്ബാണ് എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ. അള്ളാഹു അല്ലേ മഴ പെയ്യിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ വ യുനസ്സിലുൽ ഗൈസ്, മഴ ഇപ്പോൾ പെയ്യിപ്പിക്കണമെന്ന് റബ്ബിനെ അറിയാം. എന്നാൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇടി, കാറ്റ്, മഴ, മിന്നൽ, ഭക്ഷണം, ഇതൊക്കെ ഏൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട്, മഹാനായ മീഖായിൽ അലൈഹിസ്സലാം. എന്തിനാണ് മീഖായിൽ എന്നൊരു മലക്കിനെ അത് ഏൽപ്പിച്ചു കൊടുത്തത്? റബ്ബിന് നേരിട്ട് ചെയ്തുകൂടെ
അല്ല, ഓരോന്നിനും ഓരോ തർത്തീബ് അള്ളാഹു വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ ഏറ്റെടുക്കാനും ഒക്കെ ഓരോരുത്തരെ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവർക്ക് മൊത്തം കഴിവും കൊടുത്ത് അവർ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അള്ളാഹു അവർക്ക് കഴിവ് കൊടുക്കും. നമുക്ക് സഹായം ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് അള്ളാഹു വലിയ സമ്പത്ത് നൽകി എന്ന് കരുതുക. അപ്പോൾ എനിക്ക് സമ്പത്ത് നൽകി, എൻ്റെ അയൽവാസിക്ക് സമ്പത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന റബ്ബിനോടാണ്, അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയും ചോദിക്കുന്ന അള്ളാഹുവിനോടാണ്, റബ്ബെ എനിക്ക് സമ്പത്ത് തരണേന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷേ ഡയറക്റ്റ് ഇപ്പോൾ ഇറക്കി കൊടുക്കും, മന്നവസൽവ ഇറക്കിയതുപോലെ അല്ല. അത് ആരിലൂടെയൊക്കെ എങ്കിലും എന്ത് ചെയ്യും, അള്ളാഹു ചിലപ്പോൾ എന്നെ ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ മുതലിൻ്റെ സക്കാത്ത് എൻ്റെ അയൽവാസി സാധുവായതുകൊണ്ട് അയാളിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അയാൾക്ക് ആ സമ്പാദ്യം എത്താൻ കാരണമായി തീരും. അങ്ങനെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ചില ആളുകളിലൂടെ എന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ സഹായങ്ങൾ നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ പറ്റിയ ഒരുപാട് മാർഗ്ഗങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിരുന്നതിന് മുത്തനബികളുടെ ഹദീസ് പറഞ്ഞാണ്. അപ്പോൾ സൂറത്തുൽ ദുഹ നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിലും അതുപോലെ തന്നെ നമുക്ക് നൽകിയതിലെല്ലാം ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള കാരണമായി തീരുന്ന ഒരു വലിയ അമലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഖുർആനാണ്, അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഫളായിൽ മനസ്സിലാക്കി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു രസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.